Hello friends, welcome back to my YouTube channel. It's me Jerin Jacob. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു എന്നും പറഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്റ്റോറി പേജ് പലർക്കും കാണാനിടയായി കാണും. എന്താ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊഫൈല്. അവിടെ സ്റ്റോറി പേജിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, ഡ്രോപ്പ് യുവർ ബെസ്റ്റ് സൺസെറ്റ് ഫോട്ടോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി പേജ്. ഈ ഒരു ലിങ്കോട് കൂടി പലർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അതിനകത്ത് ഏകദേശം 484K ആൾക്കാർ ആ ഫോട്ടോസ് ടാഗ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ആ ഐറ്റം എന്ന് നോക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പേരുടെ പ്രൊഫൈൽ DPs കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ചലഞ്ചിനനുസരിച്ച് അപ്ലോഡ് ചെയ്തേക്കുന്ന സൺസെറ്റ് ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റഡ് ആയേക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പലർക്കും അറിയത്തില്ല. തീർച്ചയായും ഞാനും എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്ന് കുറച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ബട്ട് ഇതുവരെയായിട്ട് അതിനെപ്പറ്റി ഒരു ക്ലൂവും കിട്ടിയില്ല. എന്നാൽ ചെറിയ 2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഫോട്ടോസ് അല്ലെ ഈ ഒരു സ്റ്റോറി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്ത് ആഡ് യൂവേഴ്സ് കൊടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റോറി ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾക്ക് ഇതാരാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇവിടെ അതിൻ്റെ ടോപ്പിലായിട്ട് സ്റ്റാർട്ടഡ് ബൈ സാറ്റ് വിക്ക എന്ന് പറയുന്ന ഒരു ID നെയിം കാണാൻ സാധിച്ചു. എന്നാൽ പിന്നെ ആ ഒരു ID നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അത് ഏതുമായി ബന്ധപ്പെട്ടുള്ളൊരു ID ആണ് എന്നുള്ളത് നോക്കാമെന്ന് കരുതി ഞാൻ ആ ID-യിലേക്ക് പോവുകയാണ്. സോ ആ നെയിം ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ആ ID. ഞാൻ ആ ID-യിൽ കയറി നോക്കി. ഒരു നോർമൽ അക്കൗണ്ടാണ്, നോർമൽ ID ആണ്. സോ ഇതിനകത്ത് ആകെപ്പാടെ 2785 ഫോളോവേഴ്സുള്ള ഒരു നോർമൽ അക്കൗണ്ട്. ഈ ഒരു ID ഓണറാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ വ്യക്തിയുടെ സ്റ്റോറിയിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും ഈ സിമിലർ ചലഞ്ച്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ചലഞ്ച് സ്റ്റാർട്ട് ആയേക്കുന്നത്. സോ ഈ ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി പേരുടെ അടുത്ത് ചെന്ന് ഇത്രയും പേര് ഈ ഒരു ചലഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആയേക്കുന്നുള്ളത്, ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ഇൻഫർമേഷൻ. പല യൂട്യൂബ് ചാനലിലും ഞാൻ കാണാനിടയായി. വേറൊന്നുമല്ല, ആ ലിങ്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യണം അല്ലെ ഒരു ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി മാത്രം പറയുന്ന വീഡിയോ ആണ് കണ്ടത്. എങ്ങനെ ഇതുപോലത്തെ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയറും ചെയ്യുക. സോ ഈ ഒരു ലിങ്കിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുക, ആഡ് യൂവേഴ്സ് കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.